ശരിക്കും പ്രമദവനം എന്നുള്ള പാട്ട് തുടങ്ങുമ്പോൾ തന്നെ രവിയേട്ടൻ എന്നോട് ഒരു കുമ്പസാരം ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് തുടങ്ങുന്നത് ഇതേ ട്യൂണിലായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഇരുഹൃദയങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ട് ഇരുഹൃദയങ്ങളിലൊന്ന് ആ പാട്ട് അതേ ട്യൂണിലാണ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞ രവിയേട്ടൻ ധൈര്യമായിട്ട് മുമ്പോട്ട് ഞാൻ ശരിയാക്കാറുണ്ട്. അത് രണ്ട് പാട്ടാണ്, രണ്ട് വരിയാണ്, അല്ല രണ്ട് വാക്കാണ്. ഇരു ഹൃദയങ്ങൾ സമസ്തപദം വന്ന ഇത് അറിയയില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രമദവൻ എന്നൊരു വാക്ക് വന്നപ്പോൾ അത് പോയി. പറഞ്ഞ ഇരുഹൃദയം പ്രമദവനം അതാണ് രവിയേട്ടൻ്റെ സംശയം ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു അത് ഞാൻ തീർത്തോളാന്ന് പറഞ്ഞു. എന്നിട്ടാണ് ആ പാട്ട് വരുന്നത്. അതിന്റെ വരികളിലും എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂല് AR റഹ്മാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് മലയാളത്തിൽ ഇന്നോളമുള്ള പാട്ടുകൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടുകളിലൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രമദവനം എന്ന് പറയുന്ന പാട്ടാണെന്ന് പറയുന്നത്. അതിന്റെ വരികളിലും ഈ ഒരു ഞാനിപ്പം ആമുഖത്തിൽ പറഞ്ഞല്ലോ, ഈ കവിതയും ഈണവും തമ്മിലുള്ള ഒരകലങ്ങൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായ ജോലിയുണ്ട്. അപ്പൊ രവിയേട്ടൻ ഇതിങ്ങനെ പറയുമായിരുന്നു, രവീന്ദ്ര മാഷ് പറയുമായിരുന്നോ, നമുക്ക് ഈ വാക്ക് മാറ്റാം, പകരം ഒരു വാക്ക് വെക്കാം, അല്ലെങ്കിൽ തിരിച്ച് തിരുമേനി സാക്ഷൻ, തിരുമേനിയും സംഗീതബോധമുള്ള ആളാണ്, നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു? നമുക്ക് വരി മാറ്റാൻ, ട്യൂൺ മാറ്റാൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ അത് ഞങ്ങൾ തമ്മിൽ ഏറ്റവും യോജിപ്പുള്ള ആൾക്കാരായിരുന്നു. പ്രമദവൻ എന്നുള്ള വാക്ക് വന്നപ്പോൾ തന്നെ രവിയേട്ടൻ വീണു. പിന്നെ എന്തും ചെയ്യാന്ന് പറഞ്ഞു എന്നോട്. ആ വാക്ക് വന്നപ്പോൾ ആ പാട്ട് ക്ലിക്കായി. ആദ്യത്തെ വാക്ക് തന്നെ എന്നോട് പറഞ്ഞു. പിന്നെ ഓരോന്ന് പിന്നെ കവിത്വം മ്യൂസിക്കും കൂടി നല്ല ബ്ലെൻഡ് ആവണം. അത് ഞങ്ങൾ രണ്ടുപേരുടെയും ദൈവാധീനം എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് വേറൊരു വാക്കില്ല. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയായിരുന്നു. കാരണം അതിൽ ഒരു നായകനെ കുറിച്ചാണ് ഞാൻ പിന്നെ നോക്കിയത്. ആ നായകന് ഐതിഹാസികമായ മാനം ഉണ്ടാക്കുക എൻ്റെ ചുമതല. അതാണ് അതിൻ്റെ ആദ്യത്തെ ചരണത്തിൽ. പിന്നെ രാമായണവും രണ്ടാമത്തെ ചരണത്തിൽ ഭാഗവതവുമാണ്. അത് ഒന്ന് യമുനയുടെ തീരത്തും, അതെ, ഒന്ന് സരയൂ തീരത്തും. ഏതേതോ കഥയിൽ സരയുവില് ഒരു ചുടും എഴുതിയിരിക്കണമാണ് രാമൻ. അല്ല, രാമൻ അയോധ്യയിലെ രാമൻ രാജാവല്ല, സങ്കടത്തിന്റെ മെഴുതിർക്കണങ്ങളാണ്. അടുത്ത് യമുനയിലാണ്. യമുനയിൽ വനമലരായി ഒഴുകി നടക്കുന്ന കൃഷ്ണനാണ്. ഇതാണ് ആ രണ്ട് ക്യാരക്ടേഴ്സിനെ ഞാൻ അവിടെ കൊണ്ടുവന്നതാണ്. അത് നായകനെ ഏറ്റവും ഉത്തുംഗ ശൃംഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അത് എൻ്റെ കഥ, എൻ്റെ ഇതാണ്, എൻ്റെ മാർഗവും ഉദ്ദേശവും ഒക്കെയാണ്. രവിയേട്ടൻ്റെ അത് ഏറ്റവും മാക്സിമം അതിനെ പൊലിപ്പിക്കാനുള്ളതാണ്. ഇത് രണ്ടും കൂടെ ബ്ലെൻഡായതാണ് ആ പാട്ട്. അത് തിരുമേനി എഴുതി, രവീന്ദ്ര മാഷ് സംഗീതം കൊടുത്തു, ദാസേട്ടൻ പാടി എന്നൊക്കെ പറയുന്നതോടുകൂടി ഇത് ഒരു എതിരില്ലാത്ത ഇതായിട്ട് മാറി. അതിലും ഇന്നും ഞാൻ പറയുന്നത് അതിനോട് എതിരില്ല ആ പാട്ടിന്. അതുപോലെ സംഭവിക്കുകയാണ് ചില പാട്ടുകൾ. അതെ, കവിയുടെ ഗാന സാമർത്ഥ ലഹരിയിൽ ഒരു നവകനക കിരീടം ഇതണിയുമ്പോൾ അതാണ് ആ രസാമൃത ലഹരിയിലാണ് ഞാൻ ആ കിരീടം അണിയുന്നത്. അത് തിരുമേനിയാണ്. അതെ, കവിയുടെ ഗാനരസാമൃത. ഞാൻ ആദ്യം വേണല്ലോ, ചട്ടുക ആദ്യം പായസത്തിന്റെ രുചി അറിഞ്ഞിട്ടേ മറ്റുള്ളവർ അറിയുള്ളൂ. അതാണ് ആ ചട്ടുക അറിഞ്ഞു അപ്പോഴും തന്നെ. തിരുമേനി പിന്നെയും അതൊരു രാജകൊട്ടാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെയാണ്. തിരിച്ച് വീണ്ടും അമരം പോലെ ഒരു സിനിമയിലോട്ടൊക്കെ വരുമ്പം അത് മത്സ്യത്തൊഴിലാളികളും കടലും കടൽക്കരയും വള്ളവും അമരവും അണിയും ഒക്കെ ഉള്ളൊരു സാധനമാണ്. അവിടുത്തെ പാട്ടുകളിലോട്ട് വരുമ്പോ എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ അതിനു മുമ്പേ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞങ്ങളെ കോഴിക്കോട് കടപ്പുറത്ത് പല കടപ്പുറത്ത് ഞാൻ നടന്നിട്ടുണ്ട്. പിന്നെ പ്രണയത്തിന്റെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ളൊരു സംഭവം അതിനകത്തുണ്ട്. ഇളങ്കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പഴമരമായേനെ എന്ന്. അതെ, എന്തിനു വേറൊരു സൂര്യോദയം എന്നുള്ള പാട്ട് ആത്മാവിൻ പുസ്തകത്താളിൽ ഉള്ള പാട്ടാണെങ്കിലും അതിലെ തന്നെ ചിച്ച ചിച്ച എന്നുള്ള പാട്ട് അതൊക്കെ എടുക്കുമ്പോൾ അതിലെ അറിയുന്നില്ല ആത്മാനുരാഗം അറിയേണ്ട ഒരാൾ മാത്രം പ്രണയം ഫീൽ ചെയ്യുന്ന വരികളാണ്. അതില് ഒക്കെ നിങ്ങളൊരു മ്യൂസിക് ഡയറക്ടറും ലിറിസിസ്റ്റും എന്നുള്ള കോമ്പിനേഷൻ എത്ര ദിവസങ്ങളാണ്? ഞാൻ ഇപ്പൊ ഒരു പാട്ട് പറഞ്ഞു 2 ദിവസം എന്നൊക്കെ എടുത്തു. മാഷുമായിട്ടുള്ള ഒരു ഇരിപ്പ് എല്ലാം ഒന്നിച്ചാണ് വരുന്നത്. പറയട്ടെ, അത് ആ 3 പാട്ടും ഞങ്ങൾ ചെയ്യുന്നത് 3 അല്ല 2 പാട്ട് ചിച്ചാച്ചിച്ച നമ്മൾ നേരത്തെ ചെയ്തു. പക്ഷെ 2 പാട്ട്
എന്തിനു വേറെ സൂര്യദേവും ആത്മാവിൻ്റെ പുസ്തകത്താളും ഇത് രണ്ടും ചെയ്തത് കോഴിക്കോട് വെച്ചാണ്. അത് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ പാട്ട് കഴിഞ്ഞിട്ട് ഇവർ വൈകുന്നേരത്തെ ട്രെയിനിന് പോയി. എന്തിനു വേറെ സൂര്യ മുഴുവൻ ചെയ്തിട്ട് അത് കഴിഞ്ഞ് ആത്മാവിൻ്റെ പുസ്തകത്താളും എഴുതിയിട്ടാണ് പോയത്. അതെ. ഈ കഥയുമായിട്ട് ഈ രവീന്ദ്രൻ മാഷെ കുറിച്ച് പറയുമ്പം അദ്ദേഹം പാട്ടുകളിൽ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എന്നാൽ ആ സമയം വരെയുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടറുകളും പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിൽ വളരെ നോക്കിയിരുന്നു. പക്ഷെ രവീന്ദ്രൻ മാഷ പല സിനിമകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ജോൺസൺ മാഷോ മോഹൻ സിത്താര സാറോ ഒക്കെയാണ് ഈ പശ്ചാത്തല സംഗീതം പലപ്പോഴും ഒരുക്കി കണ്ടിട്ടുള്ളത്. സിനിമയുടെ പശ്ചാത്തല സംഗീതത്തിൽ അധികം അങ്ങനെ കൈവച്ച് കണ്ടിട്ടില്ല. അത് ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാന്ന് എപ്പോഴെങ്കിലും? അത് അല്ല, രവിയേട്ടന് ഇത് വർക്ക് കൂടുതലുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. രവിയേട്ടൻ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടൊന്നുമല്ല. ഈ വർക്ക് കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് അത് മറ്റൊരു ചെയ്തോണ്ട് പ്രശ്നമില്ല എന്നുള്ളത് വിചാരിച്ചത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യാതിരുന്ന കാരണങ്ങളൊന്നും അല്ല. അയ്യോ, വേറൊന്നുമില്ല. കാരണം ഇപ്പം അദ്ദേഹത്തിന്റെ ഒരു സംഗീതത്തെ കുറിച്ച് പറയുമ്പം കളിവിളക്കിന്റെ അവിടെ ഒരു ചെണ്ടയും അവിടെ ഒരു കഥകളിയുടെ ഒക്കെ ഒരു സ്വഭാവം, കളിവിളക്ക് തെളിയുന്നു എന്നൊക്കെ പറയുമ്പം ഇൻസ്ട്രുമെന്റ്സിന്റെ ഉപയോഗമുണ്ടല്ലോ. ഏത് വരികൾക്ക് ഏത് സ്ഥലത്ത് എന്ത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കണം എന്നുള്ള ഒരു അറേഞ്ച്മെന്റ് തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴല്ല, അത് കഴിഞ്ഞിട്ട് കമലയാളത്തിൻ്റെ സമയത്ത് ലോഹി ഞങ്ങൾ രണ്ടുപേരും കൂടി കൊണ്ടുപോയി പിന്നെ ഇവിടെ മദ്രാസിൽ കലാക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ പിന്നെ നോക്കാനൊക്കെ ആക്കിയിരുന്നു. ഒരു വലിയ ഭാരതീയ നൃത്തം കാണാനൊക്കെ കൊണ്ടുവരുന്നു. പക്ഷെ അതിനൊന്നും രവിയേട്ടന് ശ്രദ്ധയുണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ഞാനതൊക്കെ ശ്രദ്ധിച്ചു, ഞാനിടയ്ക്ക് പോയി, എനിക്കത് ആവശ്യമായിരുന്നു. രവീന്ദ്രൻ മാഷെ കുറിച്ച് പറയുമ്പോൾ ഇനി ഒരാളിപ്പം നമ്മളോടൊപ്പം ചേരും. അത് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള, അല്ലെങ്കിൽ കേരളം എന്നും അഭിമാനിക്കുന്ന, കേരളത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യ ഒട്ടുക്കുമുള്ള എല്ലാ ഭാഷകളിലും നിരവധി അനവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ആ മേഖലയിലെ ഒരു ലെജൻഡാണ്. നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ട കേരളത്തിന്റെ വാനമ്പാടി എന്ന് പറയുന്ന KS ചിത്ര ചേച്ചി രവീന്ദ്രൻ മാഷെ ഈ അവസരത്തിൽ ഓർക്കുന്നു. രവീന്ദ്രൻ മാസ്റ്ററെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത്, ഞാൻ ആദ്യമായിട്ട് മാസ്റ്ററിനെ കണ്ട ഒരു ദിവസം തന്നെയാണ്. ട്രിവാൻഡ്രത്ത് തരങ്കിണി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഉണ്ണിത്തിരുമനസേ എന്നുള്ളൊരു പാട്ട്, വെൺകൊറ്റക്കുട കീഴിൽ എന്നുള്ളൊരു പാട്ടിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് മാസ്റ്ററിനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം എന്നെ ആദ്യമായിട്ട് ചെന്നൈയിൽ ഒരു ഫിലിമിൻ്റെ റെക്കോർഡിങ്ങിനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നതും രവീന്ദ്രൻ മാസ്റ്ററാണ്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തി, ഒരു സംഗീത സംവിധായകനാണ് രവീന്ദ്രൻ മാസ്റ്റർ. മാസ്റ്ററിൻ്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ മാസ്റ്റർ ഒരുപാട് സ്വാതന്ത്ര്യം തരാറുണ്ട് പാടുമ്പോൾ. നമ്മളിൽ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് തന്നെ പലപ്പോഴും പല പാട്ടുകളും നീ പാടിക്കോ, ഇന്ന രാഗത്തിൽ പാടിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിശ്വാസത്തോടെ പല വർക്കുകളും ഏൽപ്പിക്കാറുണ്ട്. പിന്നെ എന്നെ എപ്പോഴും മോളെ എന്നേ വിളിച്ചിട്ടുള്ളൂ. എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ്ങിന് ഞാൻ ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞിട്ട് മാസ്റ്ററിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയാണ് ലഞ്ച് കഴിച്ചത്. ആദ്യം വന്നിറങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എന്നെയും എൻ്റെ അച്ഛനെയും വിളിച്ചുകൊണ്ട് പോകാൻ വന്നതും മാഷ് തന്നെയാണ്. മാഷിൻ്റെ കാറിലാണ് ആദ്യമായിട്ട് ചെന്നൈയിൽ ഒരു ഹോട്ടലിൽ കൊണ്ട് ഞങ്ങളെ അവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് മാസ്റ്റർ പോയി. റെക്കോർഡിങ്ങിൻ്റെ സമയമായപ്പോൾ ഫോൺ വിളിച്ച് വരാൻ പറഞ്ഞു, വണ്ടി അയച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ പോയി ആ റെക്കോർഡിങ് പാടി കഴിഞ്ഞിട്ട് മാസ്റ്ററിൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ലഞ്ചൊക്കെ വാങ്ങിച്ചത്. അങ്ങനെ അത്ര ഒരു എന്താ പറയേണ്ട എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനം തന്നെ, അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു വ്യക്തിത്വം തന്നെയാണ് മാസ്റ്റർ എൻ്റെ ജീവിതത്തിൽ. ഭരതം, കമലയാളം, ഹിസൈനസ് അബ്ദുള്ള, ഇതിലെല്ലാം ചിത്ര ചേച്ചിയുടെയും പാട്ടുകളുണ്ട്. സംശയമില്ല. അതില് ഒരു പാട്ടാണ് MG ശ്രീകുമാർ പാടിയിട്ടുള്ളത്. അതിന് നാദരൂപിണി നാഷണൽ അവാർഡാണ് ആ പാട്ടിന് ഹിസൈനസ് അബ്ദുള്ളക്ക്. അല്ലെ, അവാർഡുകളൊക്കെ ഒരുപാട് വാരിക്കൂട്ടിയ സിനിമ ഓർമ്മയിൽ എന്തും രവീന്ദ്രൻ മാഷ് എന്ന് പറയുന്ന ഈ എപ്പിസോഡിൽ ഇനി നമ്മളോടൊപ്പം കൂടുന്നത് രവീന്ദ്രൻ മാഷ് എന്ന സംഗീത സംവിധായകന്റെ ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ കലാ അവതരണത്തിന് പലപ്പോഴും അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ശക്തമായൊരു പിന്തുണ ഉണ്ടായത് കൊണ്ടാണ്. ആ പിന്തുണ നമുക്കറിയാവുന്ന ഒരാളാണ്. ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു രവീന്ദ്രൻ മാഷിന്റെ പ്രിയപ്പെട്ട പത്നി ശോഭന രവീന്ദ്രൻ.
ശോഭ ചേച്ചി സ്വാഗതം.